ഹലോ, മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മീൻ അച്ചാർ ഉണ്ടാക്കാം. ഞാനിവിടെ 1 കിലോ ചൂരമീൻ കട്ട് ചെയ്ത് സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്ത് മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്തൊക്കെ മസാല പുരട്ടിയെന്ന് വെച്ചാൽ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഞാനിത് നല്ലോണം മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ ഇത് ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് വറുത്ത് കോരി മാറ്റി വെക്കണം. അപ്പോൾ ഇത് വറുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിന് ഈ മീൻ അച്ചാറിന് എന്തൊക്കെയാണ് മസാലകൾ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതുവരെയൊക്കെ നമുക്കിത് വറുത്ത് കോരി കൊണ്ടുവരാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പം മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് 2-3 ട്രിപ്പായിട്ടേ വറുത്ത് കോരാൻ പറ്റുള്ളൂ. കാരണം 1 കിലോയിലും മുകളിലോട്ടുള്ള മീനുണ്ട്. അപ്പം ഒരു ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആദ്യം മീൻ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇളക്കാൻ പാടില്ല, പൊടിഞ്ഞു പോകും കഷ്ണങ്ങൾ. അപ്പോൾ ഇത് ഒരു സൈഡ് മൂത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡ് എല്ലാ വശങ്ങളും മൂപ്പിച്ചെടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ മീൻ വറുത്തെടുക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മീനിൻ്റെ മുകൾ വശം കരിഞ്ഞു പോകും, അകം വേകാതെ വരും. അപ്പോൾ ഇത് നല്ലോണം മൂത്ത് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഇത് മൂത്ത് വരട്ടെ. എന്നിട്ട് ഇതായി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇതേ പാകത്തിന് മുരിഞ്ഞ് കിട്ടണം. ഒരുപാടങ്ങ് മൂപ്പിച്ച് കല്ല് പോലെ ആകാനും പാടില്ല, എന്നാൽ വേകുകയും വേണം. അതുപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പം സെക്കൻഡ് ട്രിപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ വറുത്ത് കോരാം നമുക്ക്. നമ്മുടെ ഫിഷ് മുഴുവൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അച്ചാറാക്കി തയ്യാറെടുക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറയാം. ഒരു 100 ഗ്രാം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 100 ഗ്രാം വെളുത്തുള്ളി. ഇത് ചെറിയ അല്ലി ആയതുകൊണ്ട് ഞാൻ മുഴുവനോടെയാണ് ഇടുന്നത്. അഥവാ വലിയ അല്ലിയാണെങ്കിൽ നടുവേ ഒന്ന് പിളർന്നിടണം. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ, 1/2 കപ്പ് വിനാഗിരി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉലുവയും ഒരു 10 കുരുമുളകും, കായം ആവശ്യത്തിന്, പിന്നെ 1 പിടി കറിവേപ്പില, ഉലുവപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഒരു 5 പച്ചമുളക് വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത്, പിന്നെ നമുക്ക് ഉപ്പും വേണം ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. മീൻ വറുത്ത് കോരിയ അതേ എണ്ണയാണ് നമ്മളിനി അച്ചാർ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. അതേ എണ്ണയിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഉലുവയും കുരുമുളകും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. എണ്ണ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഏത് എണ്ണയിൽ വേണമെങ്കിൽ അച്ചാർ തയ്യാറാക്കി എടുക്കാം. സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ. പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് തീർക്കണം. കുറച്ച് ദിവസം വെച്ചേക്കാനുള്ളതാണെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്തത്. ഇതൊന്ന് വാടി വരണം. ഇതിൻ്റെ പച്ച മണമൊക്കെ പോകുന്നവരെ, ലൈറ്റ് ബ്രൗൺ നിറമാകുന്നവരെ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഓൾറെഡി അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മാത്രം ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ ഉണങ്ങിയ കറിവേപ്പില ഇടുന്നത്. എനിക്ക് ഗാർഡൻ ഫ്രഷ് കറിവേപ്പില കിട്ടുമ്പോൾ ഞാൻ ഉണക്കി സൂക്ഷിച്ച് വെക്കുന്നതാണ്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം, പച്ചമണം പോകുന്നവരെ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഏകദേശം പകുതി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം.
മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. ലോ ഫ്ലെയിമിൽ മാത്രമേ പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. പൊടികൾ ഇട്ടതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് വെച്ച മീനിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ പാൻ കുറച്ച് ചെറുതാണല്ലോ, അതുകൊണ്ട് ഞാൻ മീൻ വറുത്ത് വെച്ച വലിയ ചീനച്ചട്ടിയിലേക്ക് ഈ മസാല ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. വറുത്ത് വെച്ച മീനിലേക്ക് മസാല ഇട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 സ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഉലുവയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. മീൻ അച്ചാർ ഓൾമോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു. ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് 1 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടിപൊളി മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല എരിവും ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ അടിപൊളി മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം കഴുകി ഉണക്കിയ കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ 2 ദിവസം പുറത്ത് വെച്ച് സെറ്റായതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാവുള്ളൂ. ഇപ്പം ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ എടുത്ത് തീർക്കാനുള്ളതാണെങ്കിൽ വിനാഗിരി ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് കുറച്ച് ദിവസം വെച്ചിരിക്കാനുള്ളതായതുകൊണ്ടാണ് 1/2 കപ്പ് വിനാഗിരി ചേർത്തത്. അപ്പോൾ ഈ ഫിഷ് പിക്കിളിൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്